رب العالمين والعاقبة للمتقين. اللهم صل على رسولك وحبيبك سيدنا ومولانا محمد. بسم الله الرحمن الرحيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه ولن يضر الله شيئا وسيجزي الله الشاكرين. വിശുദ്ധ ഖുർആനിലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം അറിയണം. അള്ളാഹു എങ്ങനെയാണ് മറ്റു പ്രവാചകന്മാരെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഓരോ പ്രവാചകരെ കുറിച്ചും എത്ര തവണ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാലും മനസ്സിലാക്കാം. അതുപോലെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പ്രവാചകന്മാരുടെ ഏതെല്ലാം കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കാര്യങ്ങളും പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ പൊരുൾ എന്താണ് എന്നും പൂർവീകരായ മഹാപണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം നോക്കണം. അൽ-അംബിയാഉ മിൻ ആദമ ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരുടെ നാമങ്ങൾ എത്ര തവണ ആദം അലൈഹിസ്സലാം പ്രവാചകനെ കുറിച്ച് ആദമിനെ കുറിച്ച് 25 തവണയാണ് ഖുർആനിൽ ഉള്ളത്. എത്ര തവണ? 25. രണ്ടാമത് ഇദ്രീസ് അലൈഹിസ്സലാം 2 തവണയാണുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 43 തവണ ആവർത്തിക്കപ്പെട്ടു. ഹൂദ് അലൈഹിസ്സലാം 7 തവണ. സ്വാലിഹ് അലൈഹിസ്സലാം 9 തവണ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 69 പ്രാവശ്യം. ലൂത്ത് അലൈഹിസ്സലാം 27 പ്രാവശ്യം. ശുഐബ് അലൈഹിസ്സലാം 11 പ്രാവശ്യം. ഇബ്രാഹിം നബിയുടെ പുത്രനായി അറിയപ്പെടുന്ന ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് 12 പ്രാവശ്യം. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് യാക്കൂബ് എന്ന നാമം 16. ഇസ്രായേൽ എന്ന നാമത്തോടൊപ്പം 43 പ്രാവശ്യം. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം 17 പ്രാവശ്യം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം 27 പ്രാവശ്യം. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം 4 പ്രാവശ്യം. ദുൽകിഫ്ലി അലൈഹിസ്സലാത്തു വസ്സലാം 2 പ്രാവശ്യം. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം 4 പ്രാവശ്യം. ദുന്നൂൻ എന്നടക്കം 5 പ്രാവശ്യം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം 136 തവണ. ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഹാറൂൻ അലൈഹിസ്സലാം മൂസയുടെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം 20 പ്രാവശ്യം. ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാം 2 പ്രാവശ്യം. അല്യസ് അലൈഹിസ്സലാത്തു വസ്സലാം 2 പ്രാവശ്യം. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം 16 പ്രാവശ്യം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം 17 പ്രാവശ്യം. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം 7 പ്രാവശ്യം. യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം 5 തവണ. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം 25 തവണ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 പ്രാവശ്യം. അഹ്മദ് എന്ന് പേരടക്കം 5 പ്രാവശ്യം. ഇത് ശുദ്ധ ഖുർആനിൽ പരിശോധന നടത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 പ്രാവശ്യമാണ് പേരുകൊണ്ട് പരാമർശിക്കപ്പെട്ടത്. 1 പ്രാവശ്യം അഹ്മദ് എന്ന പേര് കൊണ്ടും. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2 പേരിലായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് മുഹമ്മദ് എന്നും
ഒന്ന് അഹ്മദ് എന്നും. അതാണ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഫഖദ് തകററ ഇസ്മു നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന പേര് കൊണ്ട് ഖുർആൻ ആവർത്തിച്ചത് ബിലഫ്ലി മുഹമ്മദ് ഫിൽ ഖുർആൻ 4 മററാത്തിൻ, 4 തവണയാണ്. ഒന്ന് ഫീ സൂറത്തി ആലി ഇമ്രാൻ സൂറത്തിൽ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. ആലി ഇമ്രാൻ 144-ാമത്തെ വചനം, രണ്ടാമത് സൂറത്തുൽ അഹ്സാബ്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. അഹ്സാബ് 40-ാമത്തെ വചനം, സൂറത്തുൽ ഫത്ഹ് 3. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഫത്ഹിലെ 29-ാമത്തെ അവസാനത്തെ വചനം. ഇനി ഫീ സൂറത്തി മുഹമ്മദ്, പ്രിയപ്പെട്ട പ്രവാചകന്റെ പേരിൽ തന്നെയുള്ള മുഹമ്മദ് എന്ന സൂറത്തിലും മുഹമ്മദ് എന്ന നാമം കാണാം. മുഹമ്മദ് എന്ന സൂറത്തിലെ 2-ാമത്തെ വചനം വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്. ഇങ്ങനെ 4 തവണയാണ് മുഹമ്മദ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടത്. അതുപോലെ അഹ്മദ് എന്ന നാമവും വഇദ ഖാല ഈസ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂൽ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്ത് ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ. അവിടെ അഹ്മദ് എന്ന പ്രയോഗം സൂറത്തു സഫിൽ 6-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കേട്ടതുമായ കാര്യം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.